ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബിരിയാണിയാണ്. ഇത് ബീഫ് ബിരിയാണിയാണ്. ഞാനൊരു വീഡിയോ ഇങ്ങനെ റെഫറൻസൊക്കെ എടുത്തിട്ട് ഉണ്ടാക്കിയതാണ്. എനിക്കല്ലാതെ ഞാൻ ബീഫ് ബിരിയാണി ഇങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല. അല്ലാതെ നമ്മൾ എപ്പോഴും ഉണ്ടാക്കുന്നത് ഗീ റൈസും ബീഫ് കറി അല്ലെങ്കിൽ ചിക്കൻ ബിരിയാണി അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അപ്പോൾ ഇന്ന് എനിക്കൊരു ബീഫ് ബിരിയാണി കഴിക്കാൻ ഭയങ്കരമായിട്ട് തോന്നിയിട്ട് ഇന്നലെ രാത്രി ഞാൻ വീഡിയോ ഒക്കെ സെലക്ട് ചെയ്ത് ഇങ്ങനെ വെച്ചിരുന്നു. അപ്പോൾ ആ റെസിപ്പി കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം എനിക്ക് എങ്ങനത്തെ മഞ്ഞ കളറിലിരിക്കുന്ന ബിരിയാണികൾ ഭയങ്കര ഇഷ്ടമാണ്. ഒട്ടും എരിയൊന്നും ഇല്ലാതെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ആയിട്ട് ഞാൻ കുറച്ച് ടൊമാറ്റോ, ക്യാരറ്റ്, കറി ലീവ്സ്, ഓണിയൻ, കേട്, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ക്രഷ് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ അപ്പോൾ തന്നെ ഞാൻ കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടി ചോപ്പ് ചെയ്തിട്ട് കുറച്ച് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ വെള്ളത്തിൽ ഇട്ട് വയ്ക്കുമ്പോഴത്തേക്ക് എന്താണ് ഗുണമെന്ന് വെച്ചാൽ കഴുകിയതിന് ശേഷം ഈ സാധനത്തിനകത്ത് അത്യാവശ്യം മണ്ണൊക്കെ കാണും. അപ്പോൾ ഇങ്ങനെ ഇടുമ്പോഴത്തേക്ക് ഇലകൾ ഇങ്ങനെ പൊങ്ങി കിടന്നിട്ട് അതിനടിയിലോട്ട് ഈ മണ്ണ് പോയിട്ട് നമുക്ക് നല്ല സൂപ്പറായിട്ട് കിട്ടും. ഒരു തരി മണ്ണ് പോലും അതിനകത്ത് കാണത്തില്ല. അപ്പോൾ ഇതാണ് ബീഫ് ഞാൻ കഴുകിയിട്ട് വെച്ചേക്കുവാണ്. ഇതിനകത്ത് ഒട്ടും ബോണൊന്നുമില്ല, ബോൺലെസ് പീസായിരുന്നു. അങ്ങനെ ഒരു മണ്ടത്തരം പറ്റി. കാരണം ബോൺ ഉണ്ടെങ്കിൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെ നമുക്കിനി മാരിനേഷൻ തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്. ഈ ഒരു പാത്രത്തിൽ വേണമെങ്കിൽ കുക്കറിനകത്ത് തന്നെ ചെയ്യാമായിരുന്നു. പിന്നെ ഞാൻ വീഡിയോയിൽ എടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിനകത്തോട്ട് ആക്കാമെന്ന്. അപ്പോൾ പാത്രത്തിനകത്തോട്ട് ആദ്യം നമുക്ക് ആ എടുത്ത് വെച്ചിരുന്ന ഫുൾ ബീഫ് ഒന്ന് ഇട്ട് കൊടുക്കാം. ബീഫ് ഇട്ടതിന് ശേഷം ബീഫ് ഒന്ന് ഞാൻ ഇട്ടോട്ടെ. ബീഫ് നല്ല പീസാണെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ നമ്മൾ ഈ കട്ട് ചെയ്ത് അപ്പോഴേ മേടിക്കുന്ന ബീഫിന് ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഈ ഫ്രോസൺ ആയിട്ടിരിക്കുന്ന ബീഫിന് വേറൊരു ടേസ്റ്റാണ്. നമ്മളെപ്പോഴും ഈ കട്ട് ചെയ്ത് എൻ്റെ വീടിനടുത്തേക്ക് എപ്പോഴും കട്ട് ചെയ്ത് ഇങ്ങനെ കിട്ടും, ഫ്രഷ് ആയിട്ട് കിട്ടും. അത് കഴിച്ചിട്ട് ഈ ബീഫിനോട് അത്ര താല്പര്യമൊന്നും തോന്നിയില്ല. അങ്ങനെ അതിനകത്തോട്ട് കുറച്ച് സവാള ഞാനൊന്ന് സ്ലൈസ് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അടുത്തായിട്ട് ജിഞ്ചർ, ഗാർലിക്, മറ്റേ ഗ്രീൻ ചില്ലി ഇതെല്ലാം കൂടി ക്രഷ് ചെയ്തതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ക്രഷ് ചെയ്തത് ഇട്ടതിന് ശേഷം അതിനകത്തോട്ട് നമ്മൾ ഒരു ടൊമാറ്റോ ഒരു സവാള എന്ന കണക്കിനാണ് എടുത്തത്. അതൊന്ന് ചോപ്പ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിന് ശേഷം ഇതിനകത്തോട്ട് നമ്മൾ ഉപ്പ്, അങ്ങനെ അതിനുശേഷം നമുക്ക് ഇനി ഇടാനുള്ളത് കുറച്ച് കറിവേപ്പില ഇടണം. പിന്നെ കുറച്ച് മല്ലിയില, പുതിനയില നേരത്തെ ഞാൻ കാണിച്ചു തന്നിട്ടില്ലേ, അത് ഇങ്ങനെ ചോപ്പ് ചെയ്ത് വെച്ചതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കണം. അപ്പം ഇതെല്ലാം കൂടി ഇതിനകത്ത് ഇട്ടിട്ട് നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്താണ് എടുക്കേണ്ടത്. അപ്പം മല്ലിയില, പുതിനയില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ മല്ലിയില, പുതിനയില ഇടുമ്പം തന്നെ ഇതിൻ്റെ ഫ്ലേവറിന് ഭയങ്കര ഒരു വ്യത്യാസം ഉണ്ടാകുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അതിന് ശേഷം കേട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കേട് ആവശ്യത്തിന് ഇടാവ്, പുളി കൂടിപ്പോവും. തക്കാളി ഇട്ടിട്ടുണ്ട്. തക്കാളി എൻ്റെ അത്ര പഴുത്തതൊന്നുമല്ല. അപ്പോൾ കേടിന് അത്യാവശ്യം പുളി കുറവാണ്. അപ്പോൾ അത് നോക്കിയിട്ട് ഇട്ടത്. പിന്നെ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇടുന്നത് അതിനകത്തോട്ട് മല്ലിപ്പൊടി ഇടും, മഞ്ഞൾപ്പൊടി ഇടും, ഗരം മസാല ഇടും, കുരുമുളക് പൊടി ഇടും. ഇത് 4 സാധനവും കൂടി ഇട്ടിട്ട് നല്ല പോലെ അങ്ങ് കൈകൊണ്ട് മിക്സ് ചെയ്യണം. പിന്നെ നമ്മൾ പ്രധാനമായിട്ട് ഇടുന്നതെന്ന് വെച്ചാൽ അതിനകത്തോട്ട് ഇടുന്നത് നമ്മളെ പശുവിൻ നെയ്യില്ലേ, നമ്മൾ മിൽമയുടെ ഏതിൻ്റെയെങ്കിലും നെയ്യ് ഇട്ട് കൊടുക്കണം. നെയ്യും കൂടി ഇട്ടിട്ട് നല്ല പോലെ മിക്സ് ചെയ്ത് ഒരു 5-10 മിനിറ്റ് ഞാനൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നേ. അങ്ങനെ റെസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം കുക്കറിനകത്തോട്ട് ഈ ഒരു മിക്സ് എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ബീഫ് വേവാൻ എത്ര വിസിലെടുക്കണോ അത്രയും വിസിൽ കൊടുക്കണം. എനിക്കിവിടെ ഏതാണ്ട് 10-12 വിസിലെടുത്ത്. കാരണം ആദ്യം ഞാനൊരു 8 വിസിൽ അടുപ്പിച്ചിട്ട് ഞാൻ അതിൻ്റെ പ്രഷറെല്ലാം പോയതിനു ശേഷം തുറന്ന് നോക്കിയിട്ട് അത് നല്ലപോലെ കുക്കാവുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ബാലൻസ് തീ കുറച്ചിട്ടിട്ട് അടുത്ത വിസിലുകളും കൂടി കേൾപ്പിച്ച് അങ്ങനെ കുറേ നേരം എടുത്തതിന് ശേഷമാണ് എൻ്റെ ബീഫ് ഒന്ന് വെന്ത് വന്നത്. ഞാൻ അത്യാവശ്യം കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ടെൻഷനാണ്, ഈ കരിഞ്ഞ് പോയി അത്രയും ഫുഡ് വേസ്റ്റ് അല്ലേ. അപ്പം ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ റൈസ് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതെൻ്റെ ഫസ്റ്റ് ടൈമാണ്, ഞാൻ ഇങ്ങനെ ദം ചെയ്തിട്ടില്ല. അപ്പം ദം ചെയ്ത് ഇങ്ങനെ ഞാൻ വേവിച്ചിട്ടില്ല. എപ്പോഴും ഞാൻ കുക്കറിലിട്ട് വിസിൽ ചെയ്യിപ്പിച്ചാണ് അരി വേവിക്കുന്നത്. അപ്പം ഞാനൊരു പാൻ എടുത്ത് അതിനകത്തോട്ട് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് പിന്നെ കുറച്ച് ഗീ ഒഴിച്ച് അതിന് ശേഷം ഗരം മസാല ഇട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. പൊട്ടിച്ച് വന്നതിന് ശേഷം അതിനകത്തോട്ട് ഇഞ്ചി, വെളുത്തുള്ളിയുടെ ആ ക്രഷ് ചെയ്ത് നേരത്തെ ബിരിയാണിയുടെ ബീഫിൻ്റെ മിക്സിലിട്ട അതേ മസാല ഞാൻ ഇതിനകത്ത് ഇടുന്നുണ്ട്. ആ ഒരു ജിഞ്ചർ, ഗാർലിക്, ഗ്രീൻ ചില്ലി ക്രഷ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അതും കൂടി നല്ല പോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഈ സമയത്ത് ശ്വാസമൊന്നും വലിച്ച് കയറ്റരുത്, ചിലപ്പോൾ നല്ലപോലെ അകത്ത് കയറിപ്പിട്ട് നല്ലപോലെ ചുമയ്ക്കാൻ ചാൻസ് ഉണ്ട്. ഇത് എൻ്റെ സ്റ്റാൻഡ് വയ്ക്കാൻ പറ്റുന്നില്ലായിരുന്നു, എന്തോ പറ്റി, അതുകൊണ്ട് ഞാൻ കയ്യിൽ പിടിച്ചാണ്. അപ്പോൾ അതിൻ്റെ ചെറിയ പ്രശ്നങ്ങളൊക്കെ കാണും, അപ്പോൾ സോറിയേ. പിന്നെ സവാള സ്ലൈസ് ചെയ്ത് ഇട്ട് കൊടുത്തിട്ട് അതും കൂടി ഒന്ന് നല്ലപോലെ ഒന്ന് സോട്ട് ചെയ്തെടുക്കണം. ആ സമയത്ത് വേണമെങ്കിൽ ഉപ്പ് ചേർക്കാം. ഞാൻ ഉപ്പ് ചേർക്കാൻ ഇപ്പം വിട്ടുപോയി, ഞാൻ പിന്നാണ് ഉപ്പ് ചേർക്കുന്നത്. അതിന് ശേഷം ഞാൻ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നത് ക്യാരറ്റാണ്. ക്യാരറ്റ് ഒന്ന് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ കയ്യിൽ നിന്ന് ഇടയ്ക്കൊരു അബദ്ധം പറ്റി. ഞാൻ നേരത്തെ ബീഫ് മിക്സ് ചെയ്യുന്ന സമയത്ത് ഞാൻ അറിയാതെ ഈ ക്യാരറ്റെല്ലാം കൂടി അതിനകത്ത് വരുത്തട്ടി. പിന്നെ ഞാൻ പറക്കിയെടുത്ത് വേറെ വെച്ചിട്ടാണ് ഇപ്പോൾ ഇതിനകത്ത് ചേർക്കുന്നത്. പിന്നെ ബീഫ് കഴിക്കാത്തവർക്കൊന്നും പ്രശ്നമില്ല, കുഴപ്പമില്ല.
അവർക്ക് ഞാൻ വേറെ റൈസ് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനൊന്നും ബുദ്ധിമുട്ടൊന്നുമില്ല. അങ്ങനെ ഞാൻ ഇതിനകത്തോട്ട് ക്യാരറ്റിൻ്റെ ആ പീസുകളും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ ക്യാരറ്റൊക്കെ ഇടുമ്പോൾ എന്ത് ഭംഗിയാണല്ലേ കാണാൻ. ഈ ടൈമിൽ നമ്മൾ ഇനി റൈസും കൂടി ചേർത്തെടുക്കണം. ഇപ്പം ഞാൻ ഉപ്പിട്ടിട്ടുണ്ട്. ആദ്യം ഉപ്പിടാൻ ഞാൻ മറന്നു. ഇപ്പോഴാണ് ഞാൻ ഉപ്പിൻ്റെ കാര്യം വരെ ഓർത്തത്. ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിനകത്തോട്ട് ആ റൈസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. റൈസ് സ്ട്രെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇനി ആ റൈസ് ഇട്ടിട്ട് ആ റൈസ് നല്ല പോലെ ഒന്ന് റോസ്റ്റ് ചെയ്ത് അങ്ങ് എടുക്കണം. അതിൻ്റെ എന്ന് വെച്ചാൽ ആ വെള്ളം എല്ലാം പോകുന്നത് വരെ നമ്മൾ നല്ല പോലെ മിക്സ് ചെയ്ത് നല്ല പോലെ നമുക്ക് മനസ്സിലാവും ആ അരി ഒരു വേറൊരു നല്ലൊരു രീതിയിൽ വരും. ആ ടൈമിൽ അതിനകത്തോട്ട് നമ്മൾ നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഞാൻ വെള്ളമൊക്കെ തിളപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പുറത്ത് ഇൻഡക്ഷനകത്ത് വെച്ചിട്ട് ആ വെള്ളം അവിടെ നിന്ന് തിളയ്ക്കുന്നുണ്ട്. ആ ടൈമിൽ നമ്മൾ ഈ റൈസ് ഇങ്ങനെ വറുത്തെടുക്കുമല്ലോ നമ്മൾ, അങ്ങനെ ആക്കി എടുക്കണം. അതിന് ശേഷം നമ്മൾ ഇനി ആ വെള്ളം ഒഴിച്ചു കൊടുക്കണം. വെള്ളം നല്ല തിളയ്ക്കുന്നുണ്ട്. അതിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും തിളച്ച വെള്ളമാണെന്ന്. കാരണം ആ വെള്ളം ഒഴിച്ചുകൊണ്ട് അത് തിളയ്ക്കും. കണ്ടോ? ഓഹ് മൈ ഗോഡ്. അങ്ങനെ അതെല്ലാം തിളച്ച് എൻ്റെ റൈസൊക്കെ കുറച്ച് നേരം, അത് ഇരട്ടി വെള്ളമാണ്. ഞാൻ 2 കപ്പ് അരിക്ക് 4 കപ്പ് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ തിളച്ച് വന്ന് ഇനി നമുക്ക് ദമ്മിടാം. ദമ്മിന് വേണ്ടിയിട്ട് ആ സെയിം പാത്രം തന്നെ എടുത്തിരുന്നു. ആ പാത്രത്തിൽ ഞാൻ റൈസ് എല്ലാം മാറ്റിയിട്ടുണ്ട്. അതിന് ശേഷം അതിന് അടിയിലോട്ട് കുറച്ച് ഗീ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഗീ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഫസ്റ്റ് ലെയറായിട്ട് ഇടുന്നത് ആ ഒരു ബീഫ് കറി ഫുള്ളായിട്ട് ഞാൻ അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. ഇതിന് വെച്ചിരിക്കേണ്ട കാര്യമില്ല, അതുകൊണ്ട് അത് ഫുള്ളായിട്ട് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലോട്ട് നമ്മൾ ഇനി റൈസ് ഇട്ട് കൊടുക്കണം. അതിന് മുന്നേ നമ്മൾ അതെല്ലാ ഭാഗത്തിനും ബീഫൊന്നും ആക്കണം. കാരണം ദമ്മ് പൊട്ടിക്കുമ്പോൾ നമുക്ക് പീസ് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അത് എല്ലാ സൈഡിലും 1-2 പീസ് വീതം ആക്കി കൊടുക്കുകയാണ്. സെൻറ്ററിലും സൈഡിലും എല്ലാം ആയിട്ട് ഇങ്ങനെ ആക്കി കൊടുക്കുമ്പോൾ നമുക്ക് ദമ്മിൽ നിന്ന് എടുക്കുമ്പോഴത്തേക്ക് എട്ട് റൈസിൻ്റെ കൂടെ തന്നെ പീസും കൂടി കിട്ടും. അതിപ്പോൾ ചിക്കൻ ആയാലും ബീഫായാലും വേറെ എന്ത് ബിരിയാണി ആയാലും നമുക്ക് അങ്ങനെ തന്നെ ചെയ്തെടുക്കാം. അതിന് ശേഷം ഞാൻ അതിനകത്തോട്ട് എൻ്റെ റൈസ് എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. റൈസ് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നല്ല പോലെ ലെവൽ ചെയ്തങ്ങ് കൊടുക്കണം. എൻ്റെ പിന്നെ ഇപ്പം തന്നെ ആ റൈസിന് ഭയങ്കര മണമുണ്ട്. ഇത് നമ്മളെ കൈമ റൈസായിരുന്നു, ജീരകശാലയോ കൈമയോ ഏതായിരുന്നു. എന്തായാലും നല്ല ഫ്ലേവർ ഉണ്ടായിരുന്നു. ചില സമയത്ത് ഞാൻ ഇപ്പം ഇതിന് മുന്നേ ഒരു ബാസ്മതി റൈസ് മേടിച്ചിട്ട് പൊന്നി ഇത്രയും ഗതികെട്ട അരി വേറെ ഒന്നും കാണത്തില്ലായിരുന്നു. എനിക്കങ്ങ് ദേഷ്യമാണ് വരുന്നത്. അത് എങ്ങനെ വേവിച്ചിട്ടും അതൊരു കഞ്ഞി പോലെ ആയി പോവുകയാണ്. അപ്പോൾ ആ വിഷമത്തിൽ ഞാൻ ഈ വട്ടം പറഞ്ഞ് എനിക്ക് കൈമ തന്നെ മതി. അങ്ങനെ അത് മേടിച്ചത്. അങ്ങനെ അതൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ മുകളിലോട്ട് നമ്മളെ കൊറിയാണ്ടറും പുതിനയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് സ്പ്രെഡ് ചെയ്ത് എല്ലായിടത്തും ഇട്ട് കൊടുത്ത് ഞാൻ ഇതിൻ്റെ മേളിലായിട്ട് കുറച്ചൊരു സാധനം ഇടുകയും അത് നിങ്ങൾക്ക് ഇപ്പം കാണിച്ചു തരാം. അത് ഞാൻ ആ വീഡിയോയിൽ കണ്ടില്ല, അത് എൻ്റെ മാത്രം ടിപ്സാണ്. അത് എല്ലാവരും ഇടുമെന്ന് എനിക്കൊന്നും അറിയത്തില്ല. ആ ടിപ്പ് ഞാൻ ഏത് ബിരിയാണി ഉണ്ടാക്കിയാലും അതിൻ്റെ മേളിൽ ജസ്റ്റ് ഇതൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ടാകും. അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവർ നല്ല പോലെ നമുക്ക് കിട്ടുന്നതൊക്കെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അത് എന്താണെന്ന് വെച്ചാൽ ഗരം മസാലയുടെ പൗഡർ ഉണ്ടല്ലോ നമ്മൾ പൊടിച്ച് വയ്ക്കുന്ന ആ ഒരു സാധനം ഇതിൻ്റെ മേളിലൊന്ന് ചെറുതായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തേക്കും. അതപ്പോൾ ദം ചെയ്യാൻ വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ തുറക്കുമ്പോഴത്തേക്കും നമുക്ക് പെട്ടെന്ന് കിട്ടുന്നത് ഈ ഒരു മണമായിരിക്കും. അടിപൊളിയാണ്. പിന്നെ കുറച്ച് ഗീയും കൂടി ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഞാൻ അതിന് ദം ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഫ്ലെയിം കൂട്ടി. കാരണം അപ്പോഴത്തേക്ക് അത് റെഡിയായി വന്നിട്ടുണ്ടായിരുന്നു. അതാണ്ട് എൻ്റെ ബിരിയാണി ഞാൻ പ്ലേറ്റിലെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ, അടിപൊളിയാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടില്ലേ എന്നൊക്കെ പറയണം. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.